ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി വളരെ നാടൻ ഒരു സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ പുളി ഇഞ്ചി എന്നൊക്കെ പറയും. ഇത് ഇഞ്ചി കറിയല്ല. നമ്മൾ ഒത്തിരി പേർക്ക് വീട്ടിൽ ബോട്ടിലൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. ചോറിനോടൊത്തോ നമുക്ക് ദോശയോടൊത്തോ ഇഡ്ഡലിയോടൊത്തോ എന്തിനോടൊത്തും കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഒരു ബോട്ടിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരുപാട് ദിവസം ഉപയോഗിക്കാനും പറ്റും. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്ന് തന്നെ ഇല്ല. അത്ര ടേസ്റ്റി ആയിട്ടൊരു ഇഞ്ചിപ്പുളിയുടെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ റെസിപ്പി തീരും വരയ്ക്കും കാണുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 300 ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ. നല്ല പോലെ കഴുകി വൃത്തിയാക്കി തോലെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വളരെ കുഞ്ഞു പീസസായിട്ട് ചെറിയ പീസായിട്ട് ഞുറുക്കിയെടുത്തു. നമുക്കിത് ചോപ്പറിലോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ അല്ലെങ്കിൽ കൈവച്ച് തന്നെ ഞുറുക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഒരു 10 ചെറിയ ഉള്ളിയും 3 പച്ചമുളകും വളരെ കുഞ്ഞു പീസസായിട്ട് ഞുറുക്കി കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്, ചീകിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പുളിയും കൂടെ എടുക്കണം. പുളിയുടെയും ശർക്കരയുടെയൊക്കെ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സ്റ്റൗവിലോട്ടൊരു കടായിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കാം. കടായിക്ക് നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. നമ്മൾ വളരെ കുഞ്ഞു പീസായിട്ട് ഞുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 10 ചെറിയുള്ളി, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ തന്നെ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിനകത്ത് ഓയിൽ കുറച്ച് കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ ഓയിൽ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ സമയത്ത് നമുക്ക് പുളിയൊക്കെ ഒന്ന് എടുക്കുകയാണ്. 2 ലെമൺ സൈസ്, 2 ചെറുനാരങ്ങ വലുപ്പത്തിലാണ് ഞാനിവിടെ പുളി എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു 2.5 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ പിഴിഞ്ഞ് നമുക്ക് പുളിയുടെ ജ്യൂസ് മാത്രമായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഇഞ്ചിയും ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നമുക്ക് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാടൊന്നും കരിഞ്ഞു പോകരുത്. ഒരു ചെറിയ ഗോൾഡൻ കളറിൽ, ഒരു ചുമന്ന ഗോൾഡൻ കളറിൽ വേണം നമുക്കിത് വറുത്തെടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം നല്ല പോലെ ഒന്ന് കുറച്ച് കൊടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ ഒരു കളർ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ. എണ്ണയിൽ നിന്ന് നല്ല പോലെ ഇതൊന്ന് കോരി മാറ്റാം. എണ്ണയൊക്കെ നല്ല പോലെ ഡ്രെയിൻ ചെയ്ത് ഇതൊന്ന് വറുത്ത് കോരി വയ്ക്കാം. പാത്രത്തിലോട്ട് ഇടുമ്പോൾ ഒരു ചെറിയ ശബ്ദം കേൾക്കുന്ന രീതിക്കാണ് വറുത്തെടുത്തിരിക്കുന്നത്. ഇത് നല്ല പോലെ ഇനി തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം മിക്സറിൻ്റെ ജാറിലൊന്ന് ലൈറ്റായിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ. ഇഞ്ചിയൊക്കെ വറുത്ത് കോരിയ ആ സെയിം എണ്ണയിലോട്ട് ഞാൻ കുറച്ച് കടുകും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തു. കടുകൊക്കെ നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം ഒരു 3-4 വറ്റൽ മുളക്, ഉണക്ക ചുമന്ന മുളകും കൂടെ പിച്ചി ചേർത്തു. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടെയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, 1/2 ടീസ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ടാണ് പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 1/4 കപ്പ് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിവെള്ളം ചേർക്കണ്ട കേട്ടോ. മസാലാസ് ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാനാണ് ഒരു 1/4 കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ്. എന്നിട്ട് നല്ല പോലെ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ നല്ല പോലെ മാറി വരുന്നവരേക്ക് ഒന്ന് വഴറ്റി കൊടുത്തു. ഈ നല്ല പോലെ ഒന്ന് ചാറൊക്കെ കുറുകി വന്നതിന് ശേഷം ബാക്കിയിരിക്കുന്ന പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പുളിവെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നേരത്തെ തന്നെ വറുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. നേരത്തെ വറുത്തെടുത്തിട്ട് ഞാൻ മിക്സറിൻ്റെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നേരത്തെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ്. നേരത്തെ ചീകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒരു 7 മുതൽ 8 ടീസ്പൂണാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി ആഡ് ചെയ്യാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഞാനിപ്പോൾ ചെറുതായിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേശം ഉപ്പ് കുറവായിട്ട് തോന്നി. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.
മധുരവും കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 10 ടീസ്പൂൺ ശർക്കരയും ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയിരുന്ന ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടൊരു ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല പോലെ ഒന്ന് കുറുകി വരാനും തുടങ്ങിയിട്ടുണ്ട്. പുളിവെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് വറ്റി നല്ല പോലെ കുക്ക് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ റെസിപ്പിയൊക്കെ ഇഷ്ടമാവുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു. ബൈ.